ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 3 റൈസ് റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. കൊറിയാണ്ടർ റൈസ്, പിന്നെ പീനട്ട് റൈസ്, കേർഡ് റൈസ്. ഇത് 3ഉം നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് കൊറിയാണ്ടർ റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൊറിയാണ്ടർ റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മസാല പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാളയുടെ പകുതി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 6 ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്. പിന്നെ ചേർക്കുന്നത് സിന്നമൺ പൗഡറാണ്, 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ബേ ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 12 കാഷ്യൂ നട്ടാണ്. കാഷ്യൂ നട്ട് ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ബീൻസും 1/4 കപ്പ് തന്നെ ചേർക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് സമയം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മസാല പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റെല്ലാം കഴിഞ്ഞു. നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റും ബീൻസും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് 2 കപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ വയനാടൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റൈസും എടുക്കാം. ജീരകശാല അരി എടുക്കാം, അല്ലെങ്കിൽ ബസ്മതി അരി എടുക്കാം. ഇഷ്ടമുള്ള ഏതരിയും എടുക്കാം കേട്ടോ. ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, മസാല എല്ലാം നമ്മുടെ ചോറിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ കൊറിയാണ്ടർ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേർഡ് റൈസ് ആണ്. കേർഡ് റൈസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് വേവിച്ച ചോറ് ചേർക്കാം. ഇതിലേക്ക് ആദ്യം 1 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് തൈര് മാത്രമാണ് ചേർത്തത്. ഇതിലേക്ക് കുറച്ചുകൂടി തൈര് ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് ചോറിന് 1.5 കപ്പ് തൈരാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. പിന്നെ ജീരകം ചേർക്കുന്നുണ്ട് 1/2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതും കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ കായം ചേർക്കാം. ഇത് കുറച്ച് സമയം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേർഡ് റൈസിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
പിന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേർഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് ട്രൈ ചെയ്യുന്നത് പീനട്ട് റൈസാണ്. പീനട്ട് റൈസ് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടല ചേർക്കുന്നുണ്ട്. കടല ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ജീരകം 1/4 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എല്ലാം ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ രാവിലെ ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ കളർ മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നില്ലെങ്കിൽ വറ്റൽ മുളക് ചേർത്താലും മതി. ഇത് ചേർത്തിട്ട് കുറച്ച് സമയം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇവിടെ മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പീനട്ട് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കടുകാണ്. കടുക് ഒന്ന് 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിലക്കടല ചേർക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. എന്നിട്ടിത് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ മസാല പൗഡറൊക്കെ നമ്മുടെ ചോറിൽ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പീനട്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ 3 ലഞ്ച് ബോക്സ് റെസിപ്പീസും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കും. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.